നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമടുത്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയിൽ വരുന്ന അതേ ടെംപ്ലേറ്റ്, അതേ സ്റ്റോറി ടെല്ലിംഗ് ഉള്ള ഒരു മൂവിയാണ് മങ്കി മാൻ. പക്ഷേ ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ആൻഡ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. നമുക്ക് എന്താണ് ആ ഒരു സ്റ്റോറിയിൽ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈൻ ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. അടുത്ത എന്ത് സീനായിരിക്കും, അല്ലെങ്കിൽ അടുത്ത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ എൻഡ് പോലും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത്ര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, അത്ര ക്ലീഷ ആയിട്ടുള്ള, നമ്മൾ കണ്ടുമടുത്ത ഒരു റിവെഞ്ച് സ്റ്റോറി അല്ലെങ്കിൽ റിവെഞ്ച് മൂവിയിലൊക്കെ വരുന്ന ഒരു ടെംപ്ലേറ്റ് എന്താണോ അതേപോലെയുള്ള സ്റ്റോറിയാണ്. പക്ഷേ ഈ ഒരു മൂവിയുടെ മേക്കിങ്ങും ആ ഒരു മൂവിയുടെ പ്രസന്റേഷനൊക്കെ കൊണ്ട് വേറെ ലെവലായിട്ട് ഒരു കിടിലം ക്വാളിറ്റി ഉള്ള ഒരു മൂവിയാണ്. ഈ ഒരു മൂവിയുടെ ട്രെയിലർ വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. തിയേറ്റർ സ്റ്റഫാണ് ഈ ഒരു മൂവി. നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ആ രീതിയിലാണ് ആ ഒരു മൂവിയിലെ ഓരോ കാര്യങ്ങളും മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം അതിന്റെ ലൈറ്റിംഗ്, സിനിമാറ്റോഗ്രഫി, അല്ലെങ്കിൽ അതിന്റെ ഒരു മേക്കിങ്ങും ക്യാമറ വർക്കും എല്ലാം പൊളിയാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ നൈസാണ്. നമ്മൾ ഈ ജോൺ വിക്കും അല്ലെങ്കിൽ നോബഡിയും അല്ലെങ്കിൽ അങ്ങനത്തെ മൂവീസിനൊക്കെ കമ്പയർ ചെയ്യുന്ന വെച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ആ രീതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ആ ഒരു മേക്കിംഗ് വൈസ് അടിപൊളിയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു തിയേറ്റർ മെറ്റീരിയൽ ആയിരുന്നു. പക്ഷേ ഈ ഒരു മൂവി ഇന്ത്യയിൽ തിയേറ്റർ റിലീസ് ഇല്ലായിരുന്നു. ഇപ്പോൾ റീസെന്റ് OTT വന്നിട്ടുണ്ട്, ആമസോൺ പ്രൈമിലാണ്. അത് എന്തുകൊണ്ടാണ് ഈ ഒരു മൂവി തിയേറ്റർ റിലീസ് ചെയ്യാത്തത് എന്നുള്ള കാര്യം നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഹിന്ദുസവും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ സംസാരിക്കുന്നത്. സോ ഓഫ്കോഴ്സ് അതുകൊണ്ടാണ്, അതൊന്നും ചുമ്മാ അടിച്ചിറക്കിയതൊന്നുമല്ല, നടക്കുന്ന കാര്യം തന്നെയാണ്. സോ അത് ഈ ഒരു മൂവിയിലുള്ളതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. സെൻസർ ബോർഡിന് അതൊക്കെ മതി. ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു കാര്യം ഉള്ളത് ഒരു സിനിമ കട്ട് ചെയ്ത് കളയും. പിന്നെ ഇത്രയും എൻക്വയർ മൂവിയിൽ അതിനെ കുറിച്ച് സംസാരിക്കും. ഓഫ്കോഴ്സ് സിനിമ ഇറങ്ങിയില്ല അതിശയുള്ളൂ. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു റിവെഞ്ച് മൂവിയിലൊക്കെ വരുന്ന അതേ ടെംപ്ലേറ്റ് തന്നെയാണ്. ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മുടെ ഡേവ് പട്ടേലാണ് ഈ ഒരു മൂവിയിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ തന്നെയാണ് ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഡെബ്യൂ ഡയറക്ടർ മൂവിയാണെന്ന് ഒരിക്കലും പറയത്തില്ല. കിടിലം ക്വാളിറ്റി ഡയറക്ഷൻ ആയിരുന്നു. കാരണം ഒരു ഡെബ്യൂ ഡയറക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ അത്ര കിടിലമായിട്ട്, അത്ര അടിപൊളിയായിട്ട്, പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും പുള്ളിക്കാരൻ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കണ്ടുമടുത്ത സ്റ്റഫാണ്. നമുക്ക് അറിയാം അടുത്ത എന്തായിരിക്കും, അല്ലെങ്കിൽ സിനിമയുടെ എൻഡ് എങ്ങനെയായിരിക്കും എന്നവരെ അറിയാം. പക്ഷെ എന്നാലും അതിനെ വളരെ അടിപൊളിയായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റോറി ലൈൻ ആയാലും അല്ലെങ്കിൽ അതിന്റെ നരേഷൻ ആയാലും ഓരോ ക്യാരക്ടേഴ്സിന്റെ POVയിൽ പോകുന്ന ഒരു ഫിക്ഷണൽ സിറ്റി, നമ്മളെ മുംബൈ പോലത്തെ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള സിറ്റിയിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്, ഒരു റിവെഞ്ച് ബേസ്ഡ് സ്റ്റോറിയാണ്. അവിടെ ദേവ് പട്ടേലിന്റെ കാര്യങ്ങളും പുള്ളിക്കാരന്റെ POVയിൽ നടക്കുന്നതും പിന്നെ പുള്ളിക്കാരനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ POVയിൽ അങ്ങനെയാണ് സിനിമ സംസാരിക്കുന്നത്. ഒരു 2 ഫേസ് ഉണ്ട് സിനിമയ്ക്ക്. പുള്ളിക്കാരനെ ആദ്യം അറ്റാക്ക് ചെയ്യുന്നതും പിന്നീട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളും. ആൻഡ് സെക്കൻഡ് ഫേസിലോട്ട് വരുമ്പോൾ പുള്ളിക്കാരനെ കുറച്ച് ആൾക്കാരെ രക്ഷിച്ചിട്ട് പിന്നെ പുള്ളിക്കാരനെ സെറ്റായി റെസ്റ്റ് ഒക്കെ ചെയ്ത് ആ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് പിന്നീടും ആ ഒരു റിവെഞ്ചിന് വേണ്ടി തിരിച്ചു വരുന്നത്. സോ ഇങ്ങനത്തെ 2 ഫേസിലാണ് സംസാരിക്കുന്ന മൂവി. ഈ 2 ഫേസും അടിപൊളിയായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഏറ്റവും മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം മേക്കിംഗ് തന്നെയാണ്. എസ്പെഷ്യലി സിനിമാറ്റോഗ്രഫി. ഒരുപാട് കിടിലം ആക്ഷൻ സീക്വൻസ് ഉണ്ട്. എല്ലാ സ്ഥലത്തും അടിപൊളിയായിട്ട് തന്നെ സിനിമാറ്റോഗ്രഫി വർക്കായിട്ടുണ്ട്. പക്ഷേ ജോൺ വിക്കിനെ ഞാൻ കമ്പയർ ചെയ്യില്ല. പക്ഷേ ജോൺ വിക്കിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് ഷോട്ട്സും ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഈ മൂവിലുണ്ട്. എനിക്ക് എല്ലാം വർക്കൗട്ട് ആയി കേട്ടോ. ആക്ഷൻ സീക്വൻസ് എല്ലാം എനിക്ക് വർക്കൗട്ട് ആയി. ഞാനതാ നേരത്തെ പറഞ്ഞു. സ്റ്റോറി വൈസ് നമ്മൾ നമുക്ക് മനസ്സിലായി എന്താണെന്ന് അറിയെങ്കിലും ആ ഒരു മേക്കിംഗ് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. അടിപൊളിയായിട്ടാണ് ആ ഒരു മൂവിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു മൂവിയുടെ എൻഡ് വരെയുള്ള ഓരോ ആക്ഷൻ സീക്വൻസും പൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നെങ്കിൽ ഒരു ബിൽഡിംഗ്, ആ ഒരു ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോർ തൊട്ട് ടോപ്പ് ഫ്ലോർ വരെ പോകുന്ന ഒരു ക്യാരക്ടർ. സോ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഫൈറ്റ് സീക്വൻസും സോ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി പോകുന്ന കാര്യങ്ങൾ ആ ഒരു സിനിമാറ്റോഗ്രാഫിയിൽ വളരെ നൈസായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഒരു POVയിൽ നമ്മൾ പോകുമ്പോൾ എങ്ങനെയായിരിക്കും, സോ അതേപോലെ ഒരു ഷെയ്ക്കി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എൻ്റെ ഈ ഓടി കിതച്ചൊക്കെ പോകുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ടല്ലോ. സോ അങ്ങനത്തെ ഭയങ്കര ഷെയ്ക്കി ആയിട്ടുള്ള കുറേ ഷോട്ട്സും അല്ലെങ്കിൽ നമ്മുടെ ഒരു പക്ക പെർഫെക്റ്റ് POV എങ്ങനെയായിരിക്കും ആ രീതിയിലാണ് ഇതിലെ സിനിമാറ്റോഗ്രാഫി ആ ഒരു ഫൈറ്റ് സീക്വൻസ് എൻ്റയർ മൂവിയിൽ പോകുന്നത്. അതായത് ഒരു അടിപൊളി ആക്ഷൻ ത്രില്ലർ മൂവി നമുക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാ എലമെന്റ്സും ഈ മൂവിയിലുണ്ട്. ഒരുപാട് കിടലും ഫൈറ്റ്സ് ഉണ്ട്, നല്ല ക്യാരക്ടർ പ്രസന്റേഷൻ ആണ്, ആ ഒരു സ്റ്റോറിയും ആ ഒരു വേൾഡ് ബിൽഡും ആ ഒരു നരേഷനും ലൈക്ക് ആ ഒരു സിനിമാറ്റോഗ്രഫി എല്ലാം ലൈക്ക് ആ ഒരു ആക്ഷൻ മൂവിക്ക് എന്താണോ വേണ്ടത് എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഈ മൂവിൽ വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്റ്റോറി പ്രഡിക്റ്റബിൾ ആണെങ്കിലും എനിക്ക് ആ ഒരു മൂവിയുടെ മേക്കിംഗ് ആണ് എന്നെ പിടിച്ചിരുത്തി. ആ ഒരു മേക്കിംഗ് നൈസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഒരു ടോപ്പ് നോച്ച് ആയിട്ട് തന്നെ ആ ഒരു മൂവിയെ മേക്കിങ്ങും ആ ഒരു പ്രസന്റേഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഈ ഒരു മൂവി മറ്റേ ഉള്ള ഹോളിവുഡ് മൂവീസിലാകുമ്പോൾ ജോൺ വിക്ക് ആയാലും നോബഡി ആയാലും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ മൂവീസിനെ വെച്ച് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യുന്നില്ല. അത് വേറെ ട്രാക്ക് അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ മൂവിയും അവരുടെ വേൾഡ് ബിൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ഫൈറ്റ് സീക്വൻസിലായിരിക്കാം, സ്റ്റോറിയിലായിരിക്കാം, അങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിനൊന്നും ഒരിക്കലും കമ്പയർ ചെയ്ത് പറയാനൊന്നും ഈ ഒരു മൂവിയില്ല. പക്ഷേ എന്തായാലും ഈ ഒരു മൂവിയുടെ ട്രാക്കിൽ അടിപൊളിയായിട്ട് തന്നെ ഈ മൂവി പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആക്ഷൻ ത്രില്ലർ മൂവി, ഒരു റിവെഞ്ച് ബേസ്ഡ് മൂവി എന്താണോ അതേ സ്റ്റോറി, അതേ കാര്യങ്ങൾ, അതേ ടെംപ്ലേറ്റ്, പക്ക A to Z അതുപോലെ ഉള്ള ഒരു മൂവിയാണ്. സോ എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല ക്വാളിറ്റി മേക്കിംഗ് ആയിരുന്നു ഒരു മൂവിയിൽ. സോ എന്തായാലും മൂവി ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യും. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു സോ മച്ച്.